മാനവേട്ടോ ആ സുധാകരാ, നിങ്ങളേട്ടാണ് തിരക്കിട്ട് പായുന്നത്. എന്നെപ്പോ തീരെ കാണാൻ കിട്ടില്ലല്ലോ. അല്ല നിങ്ങളെ രണ്ടുമൂന്ന് മക്കള് ഗൾഫിലാണല്ലോ. അതിനെന്താ? അതിനെന്താന്നോ, എന്നിട്ട് അങ്ങള് ഈ പുട്ടും കുറ്റിയോലത്തതുമായിട്ട് നടക്കുന്നത്. ഇതാണ് സുധാകര നാട്ടുകാർ മുഴുവൻ പറയുന്നത് എനക്ക് വിവരല്ല എന്നുള്ളത്. ഈ പഴയനെ ഒഴിവാക്കിയിട്ട് പുതിയനെ എടുക്കുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ, അത് എനിക്ക് പറ്റൂല. നിങ്ങൾ വീടിന്റെ പണിയൊക്കെ എടുത്തി? അതെല്ലാം തീർന്നിട്ട് 2 ആഴ്ച ആയില്ലേ. ഞാനേ ഹിന്ദിക്കാർക്ക് ആ പണി കൊടുത്ത്. എന്നാലും കുറച്ച് പണിയൊക്കെ നമ്മളെ നാട്ടിലുള്ളവർക്ക് കൊടുക്കും. നമ്മളെ നാട്ടിലുള്ള പണിക്കാരെ വിളിച്ചാലുള്ള എതക്കേടുണ്ടാന്നറിയാർക്ക്. ഓലൊരു 8:30-9 മണിയാകുമ്പോ അങ്ങനെ കേറി വരും. വന്നിട്ട് ആദ്യ കയ്യിലുള്ള കവർ എടുത്തിട്ട് ആ തിണ്ടിന്റെ മുകളിൽ കെട്ടെങ്കിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് കീശേന്ന് ആ ഫോണിങ്ങോട്ട് കയ്യിൽ എടുത്തിട്ട് ഒരു മെസ്സേജ്, അതിനൊരു അങ്ങോട്ടൊരു മറുപടി കൊടുത്ത് ഇതെല്ലാം കൂടി കഴിയുമ്പത്തേക്ക് നേരം വീർക്കും. ഇവലാകുമ്പോ ഭാഷ മനസ്സിലാവില്ല എന്നുള്ളൂ. നമുക്ക് എന്തിനാ ഭാഷ, ഓല അങ്ങ് എടുത്തോളൂ. പക്ഷെ നല്ല പണിക്കാരെ നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ. ഓ, ആൾക്കാർ കൂലി കുറച്ച് കൊടുക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾ കച്ചവടമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? മുമ്പൊക്കെ ആണേല് നമ്മളെ പണിക്കാരെ കച്ചവടം തന്നെ കിട്ടലുണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല, ഓൾക്ക് പണിയില്ല. ഞാൻ രാവിലെ എണീക്കും, ഒരേന്ന് എന്തെങ്കിലും ഒരു കട്ടന്റെ വെള്ളം കുടിക്കും, പീടികയിലേക്ക് പോവും. വൈകുന്നേരം നേരെയിട്ട് ഞാൻ നേരെ തിരിച്ചു പുരയിൽ പോകും. ഈ നാട്ടിലെ ഉള്ള ഒരു 10 ആൾക്ക് പണി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷെ പോലെ കച്ചവടം നിങ്ങൾക്ക് വേണം. അതെങ്ങനെയാ ശരിയാകുക മാധവേട്ട? ഈ നാട്ടിലെ പണിക്കാർ ഒരു 10 ആൾക്ക് പണി കിട്ടിയാൽ ആ പൈസന്റെ ചെറിയൊരു ശതമാനം നമ്മളെ നാട്ടിൽ ഇറങ്ങൂലേ? അപ്പൊ നാട്ടിലുള്ള ചെറുകിട കച്ചവടക്കാർക്കൊക്കെ കച്ചവടം ഉണ്ടാവൂലേ? മീൻ വിൽക്കുന്നിടത്ത് കച്ചവടം ഉണ്ടാവും, പച്ചക്കറി കച്ചവടം ചെയ്യുന്നിടത്ത് കച്ചവടം ഉണ്ടാവും, നിങ്ങളെ പീടിയെ കയറി പഞ്ചാരയും വെളിച്ചെണ്ണയും ഒക്കെ വാങ്ങും, അവിടെയും കച്ചവടം ഉണ്ടാവും. ഒന്നിപ്പോ ഇനി പറഞ്ഞിട്ട് കാര്യമല്ല സുധാകര. എന്റെ പോണതല്ല താര ആരാ നോക്ക്. ആ മോളെ, നാടന്മാരാരെയും വിളിക്കണ്ട. അത് വേണ്ട, ഓലെ വിളിക്കണ്ട. ഇനി ആ ഹിന്ദിക്കാരെ കിട്ടുമോ നോക്ക്. ഹിന്ദിക്കാരാകുമ്പോ വേഗം പണി തീർക്കും. ഓന്ത് വരെ എന്റെ മുന്നിൽ പോവല്ലോ.